തൃശൂരിൽ സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാക്രമണം. പഴഞ്ഞി കോട്ടോൽ ഹെൽത്ത് സെന്ററിലെ 3 ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. അച്ഛനെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഇല്ലെന്ന് ആരോപിച്ച് പ്രദേശവാസിയായ വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് ആക്രമിച്ചത്. നടരാജ് പരശുറാമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. നടരാജ്, എന്താണ് സംഭവിച്ചത്? വൈകിട്ട് പ്രദേശവാസിയായ വിഷ്ണുരാജാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാൾ അച്ഛനെ ചികിത്സക്കായി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നാരോപിച്ച് ഇയാൾ ആരോഗ്യ പ്രവർത്തകരോട് ദേഷ്യപ്പെടുകയായിരുന്നു. മെയിൽ നേഴ്സായ ഫൈസൽ, ഡോക്ടർ മിഖായൽ, അച്ഛന്റെ സുനിത കുമാരി എന്നിവർക്ക് നേരെയായിരുന്നു ഇയാളുടെ ആക്രമണം. ഇവരെ ഇയാൾ മർദ്ദിച്ചു. മെയിൽ നേഴ്സിന്റെ ഫോൺ ഇയാൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇയാൾക്ക് നേരത്തെയും പല കേസുകളിലും ഇയാൾ പ്രതിയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സംഭവം ഇന്ന് വൈകിട്ട് 6:30 നടക്കുന്നത്. ഇയാൾക്കൊപ്പം മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അവരും ആശുപത്രിയിൽ അക്രമാസക്തമാവുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. പഴഞ്ഞി കോട്ടോൽ ഹെൽത്ത് സെന്ററിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇയാൾ ഈ ബഹളവും മറ്റും ഉണ്ടാക്കിയതിനു ശേഷം തന്നെ അച്ഛനുമായി ഇയാൾ മടങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഇവർ വന്ന ചില വാഹനങ്ങൾ ഇപ്പോഴും ഈ ആശുപത്രിയുടെ പരിസരത്തുണ്ട്. പോലീസ് എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്.